ഗസ്റ്റിനെ പരിചയപ്പെടാം. ഇവനാണവൻ, പേര് സ്പാനിഷ് മോസ്. ആളീ കാണുന്നത് പോലെയൊന്നും അല്ല കേട്ടോ, കിഡിലൻ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. എയർ പ്ലാന്റ് ആണ്, ഒരു കിഡിലൻ എയർ പ്ലാന്റ്. ശരിക്കും പറഞ്ഞാൽ എന്താ എയർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് അറിയാലോ. നമുക്ക് പ്രത്യേകിച്ച് ഷട്ടിയിലൊന്നും വെച്ചിങ്ങനെ വളർത്തേണ്ട, എവിടെയെങ്കിലും കൊണ്ടിങ്ങനെ അന്തരീക്ഷത്തിൽ എവിടെയെങ്കിലും കൊണ്ടിങ്ങനെ തൂക്കിയിട്ടാൽ മതി, അവിടെ കിടന്ന് തന്നെ അങ്ങ് വളർന്നിറങ്ങിക്കോളും. കണ്ടോ, ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തോ നിറച്ച് ചുരുണ്ട മുടിയുള്ള ഒരു സുന്ദരി അല്ലേ, നിറച്ചിങ്ങനെ ചുരുണ്ട മുടി ഇങ്ങനെ പെണ്ണ് ഇങ്ങനെ വളർന്ന് ഇറങ്ങുന്നത് പോലെ ഇറങ്ങി വരുന്ന ഒരു കിഡിലൻ പ്ലാന്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ വൈക്കോൽ ഉണ്ടല്ലോ, വൈക്കോലിൻ്റെ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ, വൈക്കോലൊക്കെ പോലെ ഇരിക്കുന്നതാണല്ലേ. പിന്നെ ഇതെന്ന് വെച്ചാൽ ശരിക്കും വരുന്നത് മെക്സിക്കോയിലൊക്കെയാണ്. മെക്സിക്കോയിലും സ്പെയിനിൽ നിന്നൊക്കെയാണ് ഇത് വരുന്നത്. അവിടത്തേക്ക് കാട്ടിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന, കാട്ടിലെ മരങ്ങളിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് തൂങ്ങിക്കിടന്ന് താഴോട്ട് വളർന്നിറങ്ങുന്ന ഒരു ചെടിയാണിത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിപ്പോൾ എത്തിത്തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കാലാവസ്ഥ ഇത് ശരിക്കും ആപ്റ്റായിട്ടുള്ള കാലാവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഇത് നന്നായിട്ട് ഇപ്പോൾ വളരും. ശരിക്കും പറഞ്ഞാൽ എന്താ അറിയോ, ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഈ പറഞ്ഞില്ലേ എവിടെയും തൂക്കിയിടാന്ന് പറഞ്ഞില്ലേ, അതുപോലെ തൂക്കിയിടുന്നത് നമുക്ക് എങ്ങനെയും തൂക്കിയിടാം. ഇതുപോലെ ചെറിയ പോട്ടിലാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിയിടാൻ പറ്റും. അതുപോലെ ചെറിയ ബൗളുകൾക്കുള്ളിലാക്കി ഇടാൻ പറ്റും, തൊണ്ടിനുള്ളിൽ വെച്ചിടാൻ പറ്റും, ചെറുതായിട്ട് ഡിസൈൻ ചെയ്തിടാൻ പറ്റും. അതുപോലെ കമ്പിയിൽ ചുറ്റിയിട്ടിടാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ ഇടാം. ഇത് ഞാനിപ്പോൾ ഒരു കമ്പിയിലാണ് വളർത്തിയിട്ടിരിക്കുന്നത്. ഒരു കമ്പിയിൽ ചുറ്റിയിട്ട് കൊടുത്തതായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ വളർന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുക. പിന്നെ ഇതെന്തായാലും ഇതിൽ പോലെ റിബൺ പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കെട്ടി ഡിസൈൻ ചെയ്തിടാം. കളർഫുൾ പന്തുകൾക്കുള്ളിലാക്കിയിട്ട് ഇങ്ങനെ താഴ്ത്തിയിടാം. എവിടെ വേണേലും ഇടാം. എന്തിലിട്ടാലും ഇത് നന്നായിട്ട് ഇങ്ങനെ വളർന്നിറങ്ങിക്കോളും. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മുടെ ഇങ്ങനെ ചുരുൾമുടിയില്ലേ, ചുരുണ്ട മുടി ഇങ്ങനെ പനങ്കുല പോലത്തെ മുടി ഇങ്ങനെ വളർന്നിറങ്ങുന്നത് പോലെ എത്രത്തോളം താഴോട്ട് വരാമോ അത്രത്തോളം താഴോട്ട് ഇതിങ്ങനെ വളർന്നിറങ്ങിക്കൊണ്ടിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല രസമാണ്, ഒരു പ്രത്യേക ഫീലാണ് കാണാൻ. നമുക്ക് എങ്ങനെ വേണേലും ഡിസൈൻ ചെയ്തെടുക്കാം, എങ്ങനെ വേണേലും ഇത് വളർത്തിയെടുക്കാം. ഏത് ഡയറക്ഷനിലോട്ട് വേണമല്ലോ എങ്ങനെ വേണേലും വളർത്തിയെടുക്കാം. പക്ഷേ ഇത് താഴോട്ട് മാത്രമേ വളരുള്ളൂ. എങ്ങനെ വേണേലും ഡിസൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൽ ചെറിയ പൂക്കൾ ഉണ്ടാവും, നമുക്ക് പതുക്കെ കാണാൻ പറ്റുള്ളൂ. കുഞ്ഞി പൂക്കളാണ്, ഇതേ നിറത്തിലുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് പൂവാണോ എന്നൊന്നും ശരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ഈ ചെടി വളർത്തുമ്പോഴുള്ള ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്നറിയാമോ? ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. ഡയറക്റ്റ് സൺലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇത് നന്നായി വളരില്ല, ഇത് കേടായി പോകും, ഇത് ഉണങ്ങിപ്പോവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷെയ്ഡുള്ള സ്ഥലത്താണ് ഇത് വളർത്തേണ്ടത്. നമ്മുടെ ഈ മെക്സിക്കോയിലൊക്കെ ഉണ്ടല്ലോ, കാട്ടിലൊക്കെ തൂങ്ങിക്കിടന്ന് വളരുന്ന ചെടിയാണ്, കാട്ടിലെ മരത്തിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് വളരുന്ന ചെടിയാണ്. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ, സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടില്ല. ഇങ്ങനെ എന്താ പറയുന്നത്, ആ ചില്ലകൾക്കിടയിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ചെറിയ വെട്ടമല്ലേ കിട്ടുള്ളൂ. അതുപോലെ അങ്ങനെയുള്ള സൺലൈറ്റ് മതി, ഡയറക്റ്റ് വേണ്ട. അത് ഇതുപോലെ കുറേ ചെടികൾക്കിടയിലോ അല്ലെങ്കിൽ നമ്മുടെ സൺഷെയ്ഡിലോ വീടിന് വാതിൽപ്പടിയുടെ മുന്നിലോ അങ്ങനെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഒരിക്കലും എയർ സർക്കുലേഷൻ ഇല്ലാത്ത ഒരു ക്ലൈമറ്റിൽ ഇത് വളർത്താൻ നോക്കരുത്. അതായത് റൂമിനുള്ളിലൊക്കെ കൊണ്ടുപോയി ഇട്ട് വളർത്താൻ നോക്കരുത്. എപ്പോഴും എയർ സർക്കുലേഷൻ ഉള്ള ഒരു ഏരിയയിൽ ഇട്ടാൽ മാത്രമേ ഇത് നന്നായിട്ട് വളരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കളർ ഗ്രേ കളറാണ്, ഇതിൻ്റെ ആക്ച്വൽ കളർ ഗ്രേ കളറാണ്. അപ്പോൾ ഇത് നമ്മൾ വെള്ളം നനച്ച് കഴിയുമ്പോൾ ഇതൊരു ഗ്രീൻ കളറാവും. അപ്പോൾ പലരും ഇതിൻ്റെ സെയിലൊക്കെ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. രണ്ട് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടാണ് പലരും സെയിൽ ചെയ്യുന്ന, ഒരു ഗ്രീൻ സ്പാനിഷ് മോസ്, പിന്നെ വന്നിട്ട് ഗ്രേ സ്പാനിഷ് മോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല, ഒറ്റ കളറാണ്, ഈ ഗ്രേ കളറാണ് ഇതിൻ്റെ കളർ. ശരിക്കും പറഞ്ഞാൽ അത് വെള്ളം നനയുമ്പോൾ കുറച്ച് നേരത്തേക്കൊന്ന് പച്ചയാവും, പിന്നെ അത് മാറി ഗ്രേ കളർ തന്നെയാവും. ഈ ഗ്രേ കളറാണ് ആരോഗ്യമായിട്ടുള്ള ഒരു സ്പാനിഷ് മോസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രേ കളറിലിരിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മൾ കെട്ടിത്തൂക്കിയൊക്കെ ഇടുമ്പോഴുണ്ടല്ലോ, നമ്മൾ മാക്സിമം, ഞാനിപ്പോൾ കമ്പിയിലിട്ടിരിക്കുന്നു, മാക്സിമം കമ്പിയിൽ ഇടരുത്. കമ്പിയിൽ മാത്രം ഇടുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയാവോ, നമ്മുടെ ഈ വെയിലടിക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ കുറച്ച് വെയിലടിക്കുന്നത്, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ ഡോറിനടുത്തായിട്ടാണ്, സിറ്റൗട്ടിനടുത്തായിട്ടാണ്. ഇവിടെ കുറച്ച് നേരത്തേക്ക് വെയിലടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മൾ കമ്പിയിൽ മാത്രം ഇട്ടിരിക്കുകയാണെങ്കിൽ വെയിലടിക്കുമ്പോൾ കമ്പി ചൂടാവുമ്പോൾ കമ്പി ഭാഗത്ത് ഇങ്ങനെ തട്ടി നിൽക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അത് കരിഞ്ഞ് അത് പൊട്ടി താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം വളർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പി മാത്രമായിട്ട് വളർത്തരുത്. എന്തെങ്കിലും നമ്മുടെ വയറൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ എന്താ പറയുന്നത്, അതെന്താ
നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന വയറൊക്കെ ഉണ്ടല്ലോ, ആ വയറൊക്കെ ഒന്ന് ചുറ്റി വെച്ചിട്ട് അതിൻ്റെ പുറത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. ഒരു ചെറിയ പീസ് മതി, ഇതിന് ഇങ്ങനെ ചെറിയ പീസ് പൊട്ടിച്ചെടുത്തിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് കൊളുത്തിയിട്ടിരുന്നാൽ മതി. അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. വെള്ളം ഒഴിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ദിവസം ഒരു നേരമെങ്കിലും വെള്ളം ഒഴിക്കുന്നത് ഇതിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. പിന്നെ ഇച്ചിരി ഈർപ്പൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അന്തരീക്ഷത്തിൽ നിന്ന് ഇതൊക്കെ പിടിച്ചെടുത്തിട്ട് ഇതങ്ങ് വളർന്നോളും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിലെപ്പോഴും വെള്ളം ഒഴിക്കാറില്ല. ഈ താഴെ നിൽക്കുന്ന ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഈർപ്പം കൊണ്ട് ഇതങ്ങ് വളർന്നോളും, നന്നായിട്ട് വളർന്നോളും. പിന്നെന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എയർ സർക്കുലേഷൻ ഉള്ള ഏരിയയിൽ മാത്രമേ ഇത് നടുക. പിന്നെന്താ, അപ്പോൾ എല്ലാവർക്കും ഈ സ്പാനിഷ് മോസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഇത് മേടിച്ച് വെക്കണം, ഒരു ചെറിയ പീസെങ്കിലും മേടിച്ച് വെക്കണം. കേരളത്തിൽ ഇതിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. നമുക്കിതിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. കണ്ടോ, നല്ല ഹെൽത്തി പ്ലാന്റാണ് സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറാണ് കൊടുത്തേക്കുന്നത്. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ കൊറിയർ ത്രൂ എല്ലാവർക്കും എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ സ്പാനിഷ് മോസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതൊരു എയർ പ്ലാന്റ് ആണ്, നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു എയർ പ്ലാന്റ് ആണ്. അപ്പോൾ ആരും ഇത് മിസ് ചെയ്യേണ്ട, എല്ലാവരും ഇത് മേടിച്ച് വെച്ചോളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ പറയാം. ഇനി എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.